Everyone, good night. Sorry, good evening. Good evening. Okay. അങ്ങനെ നമ്മള് എന്തിനാ പോകുന്നത്? എവിടെ പോകുന്നത്? ദയറെ പോവാണ് നമ്മളുടെ അങ്ങനെ നമ്മള് ലൈറ്റ് മേടിക്കാൻ പോവാണ്. നമ്മുടെ സ്റ്റാൻഡിങ് സെൽഫി സ്റ്റിക്ക് പോലത്തെ ലൈറ്റും അതിൻ്റെ കുറച്ച് സാമഗ്രികളും കൂടെ സാധനങ്ങളൊക്കെ നോക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്നത് എൻ്റെ അനിയൻ്റെ ഷോപ്പിലേക്കാണ്, സൽമാൻ്റെ ഷോപ്പിലേക്ക്. ആരാ ഷോപ്പിലേക്ക്? സൽമാൻ്റെ ഷോപ്പിലേക്കാണ് പറഞ്ഞത്. സൽമാനോട് എത്തിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ എന്തായാലും നമ്മൾ കാറിലാണ്. ആരൊക്കെ ഉണ്ട്? ഇതാണ്ടോ, ഇതൊക്കെ ഒരാളിതാ, ഇതവിടെ ഒരാളിതാ. ഹായ് ബോലോ ബൈ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദുബായ് എപ്പോഴും നൈറ്റാണ് കൂടുതൽ കാണാൻ ഭംഗിയെന്ന് എല്ലാവരും പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? കുറച്ച് സൈലന്റ് ആയിരിക്കും. അതാണോ ഒരു കാരണം? പിന്നെ ആ ഒരു ഡാർക്ക്നെസ്സിൽ നമ്മൾ ലൈറ്റ് എല്ലാം കൂടെ കാണുമ്പോൾ ഒരു നല്ല വ്യൂ ആയിരിക്കും. ഓക്കേ, നെക്സ്റ്റ് ഞാൻ എൻ്റെ സജഷൻ എന്താ അറിയോ? ദുബായ് എപ്പോഴും രാത്രി കൂടുതൽ ലൈറ്റിംഗ് ആണ് കൂടുതൽ ദുബായിനെ ഭംഗിയാക്കുന്ന രാത്രി. ഇപ്പൊ നമ്മള് ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് റോഡിലായിക്കോട്ടെ, അതിന്റെ സിഗ്നൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൽഡിങ്സിന്റെ ലൈറ്റ് ആയിക്കോട്ടെ, രാത്രി മാത്രമല്ലേ ലൈറ്റ് ഇടാൻ പറ്റൂ. അതെ, അപ്പൊ രാത്രിയാണ് കൂടുതൽ അത് വേണ്ട രാത്രിയാണ് കൂടുതൽ. അല്ല, ദുബായ് എപ്പോഴും രാത്രിയാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ആ ലൈറ്റ്നിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലായിടത്തും ഇപ്പം ഏതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റോഡിലായിക്കോട്ടെ, അതിന്റെ സിഗ്നൽസ്, ബിൽഡിങ്ങിന്റെ ലൈറ്റ്സ് എല്ലാം വെറൈറ്റി ഐറ്റംസാണ് ദുബായ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ദുബായിയുടെ വേറൊരു സൈഡും കൂടെ ഉണ്ട്. ദുബായ്ക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഒരു ഓൾഡ് ദുബായ് ഉണ്ട്, ന്യൂ ദുബായ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലുതായിട്ടൊന്നും കാണിച്ചില്ല, ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ കാണിച്ചു തരാം ദുബായിയുടെ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ദയറ ദുബായിയുടെ ഒരു ചെറിയൊരു സൈഡിലേക്കാണ് നമ്മൾ. പക്ഷേ ദയറ അടിപൊളിയായിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ദയറ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ടു മച്ച് ക്രൗഡ്. ഓൾമോസ്റ്റ് ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയയാണ് ദയറ എന്ന് പറയുന്നത്. അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. കൂടാതെ പോയാൽ നമുക്ക് എന്തും കിട്ടും. അവിടെ എന്തും കിട്ടാത്തതൊന്നും. അതെ. ഇനി ഇപ്പൊ ദുബാലാൻഡ് കിട്ടാത്തതായിക്കോട്ടെ, ദയറ എന്താണ്, അവിടെ എല്ലാം ഉണ്ട്. ഒന്നും പറയാനില്ല, അവിടെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നും കിട്ടാത്തതില്ല. കാണിച്ചുതരാം ബാക്കി. എന്തായാലും ഞാൻ അത് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പം കൊണ്ടുവന്ന സാധനം കേട്ടോ, ഒരു പ്രോട്ടീനും ഒരു ഇതിനും. എന്നോട് ആകാറ്റ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തിട്ട് പോകാൻ. ഇതവിടെ പ്രൈസ് ഇട്ടെടുത്താ ഈ സാധനം. ഇത് പ്രൈസ് ഇട്ടെടുത്തോ. അവന് ആൾക്കാര് കസ്റ്റമർ ഉണ്ടോ? അങ്ങനെ ആളെ കണ്ടില്ലല്ലോ. അതാണ് ആള്. ഇതൊന്നാ കടല വെള്ളത്തിലിട്ടാരണല്ലത്. ഇത് നോക്ക്. എന്റെ അനിയനാട്ടാ. അല്ല, അനിയനൊന്നല്ല, എന്റെ ഒരു എത്ര വയസ്സിന്? ആകെ ഒരു മാസത്തിന്. പക്ഷെ അതാണ്ടാ പള്ളൊക്കെ ഇടുന്നൊക്കെ ചേർത്തോ. ഇപ്പൊ പഴയത്തൊന്നും ഇവിടെ ഞങ്ങളെല്ലാം നാച്ചുറായിട്ട് പിടിക്കുന്ന സംഭവം. ഞങ്ങളെല്ലാം നാച്ചുറാ. ഒന്നും ഇതൊന്നുമില്ല. എന്താ മൊബൈലിൽ ഇങ്ങനെ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഒക്കെ പറഞ്ഞു കൊടുത്താൾട്ടാണ്. ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തോളാം, എന്തൊക്കെ ചെയ്തു പറഞ്ഞു കൊടുത്തോളാം. എല്ലാ സാധനം ഇട്ട് കൊടുക്കുന്നതാ. ഇതാണ് നമുക്ക് സാധനമാണ്. ഇതാണ് നമ്മളെ ഐറ്റംസ് ആയിട്ട് ഇതൊക്കെ. ഞാൻ അവിടെ എത്തിയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം. ഫുഡ് വെച്ചിട്ടോ. ഇത് ഇവിടെ പണ്ടാരവിന്റെ അടുത്തേക്ക് നടക്കേണ്ട, ഇങ്ങനെയൊക്കെ ദൂരെ നിക്കാൻ പറ്റിട്ട് നമുക്ക് സൽമാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റിൽ നമ്മൾ പോകാൻ നിൽക്കുന്നത്. എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്താന്ന് പറ. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? പിന്നെ കഫ്തീരിന്ന് ഫുഡ് കഴിക്കുന്നത് എത്ര തടിച്ചെങ്ങനെ?
ബസ്സിലെ ഫുഡാ ചെടിയും ഇത് നോക്കിയാ കൊണ്ടുപോടി. ചോട്ടാ അതൊക്കെ 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 സൽമാനെ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ എന്താ എന്റെ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായം എന്താ പറ കേക്കട്ടെ ജനനായിട്ട് പറയണം എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ ഓക്കെ എന്താ പാട് വെറുപ്പിക്കലാണോ ജനുവിനായിട്ട് പറ പിന്നെ ഓവറാണോന്നോ എന്താ അങ്ങനെ തോന്നിയോ അങ്ങനെ ഒരു സംഭവം അടിപൊളിയായിട്ട് ഇതാണോ എന്താ പറഞ്ഞേ ഇവനെ ഞാൻ വ്ളോഗ് എടുക്കാൻ വന്ന് എന്നെ നാണിക്കല്ലേ കാര്യം തുറന്നു പറ ഇവനെ കുറിച്ച് പറയടാ ഇവനെ കുറിച്ച് പറ എന്നെ കുറിച്ച് മൈക്കോട് കൊടുക്കും സ്വഭാവം എന്ന് പറഞ്ഞേ മൈക്ക് കുറച്ച് അങ്ങോട്ട് വന്നെ വെച്ചു കൊടുക്കും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പറ എന്നെ പറ്റി പറ കേക്കട്ടെ പറ സത്യസന്ധമായിട്ട് പറയടാ ബോറാണ് കൊറേ പറഞ്ഞ് പറ്റിച്ച് നീ സത്യം പറ ഇനിയെങ്കിലും പറ ഒന്നുമില്ല എന്നെ പറ്റി ഒന്നും പറയാൻ എനിക്ക് ഇവിടെ ഒരാളുടെ ഇതില് കാണിക്കൂല ഇവിടെ ഒരാൾ അങ്ങനൊരു വർത്താനം എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ വ്ളോഗ് ചെയ്യാൻ നിൽക്കുക അതിനിടയിൽ കൂടെ അങ്ങനെ ഡയറയുടെ ഒരു ചെറിയ ഭാഗം കണ്ട് അനിയനെ കണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് അവനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷണങ്ങൾ അന്വേഷിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ച് പോകുമ്പം ഇതാണ് ഈ സാധനങ്ങളാണ് നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നാളെ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരട്ടെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മളിതൊരു സ്റ്റാർട്ടപ്പാണ്, അറിയാലോ. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് ആദ്യം വേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതില്ലെങ്കിൽ ഒരു മനുഷ്യനും എവിടെ എത്താൻ പറ്റില്ല. അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ്റെ കോൺഫിഡൻസിലും അവന് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആകും അവന്. അല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പം ആ കാര്യം സപ്പോർട്ട് ചെയ്യാതെ അതൊരു അടിച്ചമർത്തലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രേ മുകളിലേക്ക് അവൻ ഉയരാൻ പറ്റുള്ളൂ എന്നൊരു തിങ്കിലേക്ക് അവൻ അവിടെ സ്റ്റക്കായി പോകും. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെ കാര്യമില്ല പറഞ്ഞാൽ, ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാരവിടെ സ്റ്റക്കായി പോകും. പക്ഷെ ചില ആൾക്കാർ എന്താക്കും, അതും മറികടന്ന് പോകുന്ന ചില ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ അതുപോലെ ആവാൻ ശ്രമിക്കുക. പറയുന്നവരും തളർത്തുന്നവരും ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഫോക്കസും നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാഷനുണ്ട്, അവരുടേതായിട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. എനിവേ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.